ഇതിലാണ് നിങ്ങള് വെള്ളം ചാടണണ്ടാ, ഒറ്റ വെള്ളമാണ്. ഇത് റോഡല്ലടേ, ഇത് റോട്ടിൽ നിന്ന് വിട്ട് തോടായി മാറിയിട്ടുണ്ട്. ആഹാ, എന്നാ അടിപൊളി നാടാണ് എന്റെ നാട്. എന്താ ഒരു ഭംഗിയില്ല കാണാൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരെയൊക്കെ രാവിലെ തന്നെ നേരത്തെ എണീറ്റ് കുളിച്ചിട്ടൊന്നുമില്ല, കുപ്പായൊക്കെ ഇട്ട് അടക്കുകയാണ്. രണ്ടാൾക്കും വെള്ളം പിടിക്കണ പരിപാടിയാണ്. ഞാൻ ചായ പിടിക്കണ പരിപാടി നോക്കട്ടെ. ചേട്ടൻ ചായയുണ്ട്, അതുപോലെ തന്നെ പത്തിരി ഇട്ട് വിളമ്പി പൊളിച്ചൊരു മുത്തുളി പാത്തിമ. അതന്നെ പത്തിരി ഉണ്ട്. നമുക്ക് പത്തിരി ഒരു 2-3 കഴിക്കട്ടെ. 1 2 3 3 കഴിച്ചിട്ട് എന്താ പത്തിരി ഉള്ളത്, നമുക്ക് 4 കഴിക്കാം. കടകടങ്ങ് വേണമെങ്കിൽ ഇടാം. അതിലേക്ക് എന്തോ ഒരു കറി ഉണ്ട്. എന്തോ കറി പറഞ്ഞാൽ തേങ്ങ അരച്ചൊരു കറി ഉണ്ട്. ആഹാ, മുട്ടയും കൂടി വേണമാറോ? പക്ഷേ അന്നേരം മുട്ട വാങ്ങിയാൽ മതി. അപ്പോൾ അതായി എൻ്റെ കൂട്ടി കുഴക്കുന്നു, കഴിക്കുന്നു. ആഹാ, പൊളി പരിപാടി. സൂപ്പറാ. ഓൾക്ക് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഓളെ അമ്മ പറഞ്ഞു അത് ചൂലെടുത്ത് അടിച്ചു വരിക്കോ. അവൾക്കിപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തല്ലേ, ഒരു കളിയാണ്. എന്താ പറ്റില്ല, കളി നടക്കട്ടെ. എൻ്റെ പെണ്ണുകൂട്ടിയാണ് ഈ പണിയെടുക്കണേ. എൻ്റെ പെണ്ണുകൂട്ടിയാണ് ഈ പണിയെടുക്കണേ കേട്ടോ. കണ്ടോടി നിങ്ങള്. അയ്യോ ഓക്കെ, അവിടെ അത് രസം. അതെ, ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഇന്നലെ മഴ പെയ്തുകൊണ്ട് വണ്ടിയിൽ നമുക്ക് മാറ്റ് എടുത്തിടണം. ഉള്ളിൽ തുരുമ്പ് വരും. അതുപോലെ തന്നെ ഫ്ലാറ്റ് മാക്സിമം പറ്റണ മാതിരി ഒന്ന് തുടക്കുന്നത് നല്ലതാണ്. ഞാനങ്ങനെ തുടച്ച് വെച്ചതായിരുന്നു. മാറ്റ് രണ്ടും അവിടേക്ക് വെച്ചിട്ടുണ്ട്. എനിക്ക് ഫ്രണ്ടിലേക്കൊരു മാറ്റ് വാങ്ങാം. ഈ മാറ്റ് ഞാൻ തട്ടിക്കൂട്ടുണ്ടാക്കിയൊരു മാറ്റാണ്. ഞാൻ പോവാട്ടോ. ആയിക്കോട്ടെ. ഇതിപ്പോൾ എന്തായാലും ഇപ്പോൾ റൗണ്ട് അമ്മയും കൂടി അടിച്ചു തരല്ലേ വരില്ലേ? അന്നേക്കാ വലിയൊരു ചൂലും. അങ്ങനെ ഞാൻ ഇറങ്ങി. 9:30 കറക്റ്റ് 9:35 പറയും. മാറ്റൊക്കെ കയറ്റിട്ടിട്ടുണ്ട്, ഫുൾ റെഡി. ഓടിയാൽ മതി. അങ്ങനെയെങ്കിൽ ഒരു 12ാമത്തെ വണ്ടിയൊക്കെ ആയിട്ട് ഞാനിവിടെ സ്റ്റാൻഡിലെത്തി നിർത്തിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ ഓട്ടം, ഇന്ന് എത്ര രൂപയ്ക്ക് ഓടും, എങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങളെന്നൊക്കെ നോക്കാം നമുക്ക്. ഇന്നലത്തെ പോലെ തന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടിയ ട്രിപ്പ് തൊട്ടടുത്തുള്ള കോളേജിലേക്ക്. നമ്മളെ ഏട്ടന്മാരാണല്ലോ തേക്കണത്. അതിന് ഇവിടെ പണിയല്ലേ? ഓക്കെ, തേപ്പിന്റെ പണി എടുക്കണ്ടേ നമ്മളുടെ ഏട്ടന്മാരാണ്. അപ്പൊ ഞാന് ഇന്നലത്തെ അതേ സംഭവം, ഇന്നലെ നമുക്ക് രാവിലെ കഴിഞ്ഞിട്ടും കിട്ടിയത് അരിമോൾ പഠിക്കുന്ന സ്കൂളിലേക്ക്, ഇന്നും തന്നെ സ്കൂളിലേക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. 30 രൂപ. അപ്പൊ സമയം എന്ന് പറയുന്നത് 10:24 ആയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഇന്നലത്തെ പോലെ നമ്മൾ എന്തായാലും ഇതൊരു എന്താ പറയാ തുടർച്ച ഇന്ന് ഉണ്ടാക്കൂല. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കും, മാക്സിമം ശ്രദ്ധിക്കും. ഒന്നിലേറെ ഇപ്പോ ഈ തമിഴ്നാട്ടിലും കേരളത്തിലും മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ഒരു എന്താ പറയാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിങ്ങനെ അങ്ങനെ കാണുമ്പോഴേക്കേ ആരാകും അത് കാണാനൊരു ത്വരണ്ട്. മുഖ്യമന്ത്രിമാരെ കാണാന് അവിടെ വിജയാകോ ഇവിടെ ആരാകും എന്നുള്ളത്. വീണ്ടും 12ാമത്തെ വണ്ടി തന്നെയാണ് ഇത്. ഇങ്ങനെ റൊട്ടേറ്റ് ആയിട്ട് വരിക, റൊട്ടേറ്റ് ആയിട്ട് വരെ നമ്മൾ അനുവദിക്കരുത്. ഈ മുന്നിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് ലോക്കൽ അടിക്കണം, അടിപ്പിക്കും ഞാൻ. സംഗതി നമുക്ക് ട്രിപ്പ് കിട്ടും എന്ന് പറഞ്ഞില്ല, അത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഫോൺ ട്രിപ്പ് വന്നേനുള്ളൂ. അപ്പൊ ഇതിനോട് ഒരു കാറുണ്ടെന്ന് നിർത്തി.
ഓക്കെ. അപ്പൊ നമ്മള് പോകുന്നത് ഇവിടുന്ന് ഒരു 300-400 മീറ്റർ അകലേക്ക് ചെല്ലാനാണ്. ഒരു ഹോട്ടലുണ്ട്, സാഗർ ഹോട്ടലിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഹോട്ടലിന് അടുത്തേക്കാണ്. അവിടെ എവിടെയോ ആണ് നമ്മളുടെ കസ്റ്റമർ ഉള്ളത്. നമ്മളുടെ ഫ്രണ്ടിന്റെ ഉമ്മയാണ്. അപ്പൊ ഉമ്മാക്ക് ഇനി എവിടേക്കാ പോകേണ്ടത് അറിയില്ല. ചിലപ്പോ നാട്ടിലേക്കാവും, ഇല്ലെങ്കിൽ ചിലപ്പോൾ അവിടുന്ന് വേറെ എവിടേക്കേലൊക്കെ ആവാം. എന്തൊക്കെയായാലും നമ്മൾ ഇവിടുന്ന് തന്നെ കിലോമീറ്റർ നോക്കി വെക്കുന്നത് നല്ലതാണ്. ആ നിൽക്കുന്ന ആളെയാണ് നമുക്ക് കൊണ്ടുപോകാനുള്ളത്. ഡോക്ടറെ കാണിക്കാൻ വന്നാൽ തോന്നുന്നു. പോകുന്ന വഴിയിൽ മീൻ വാങ്ങണം എന്ന് പറഞ്ഞു. മീനോ ചിക്കനോ എന്തെങ്കിലുമൊക്കെ വന്നു. അപ്പോൾ പിന്നെ ഇവിടെ മാർക്കറ്റിൻ്റെ അടുത്ത്, നമ്മുടെ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് അടുത്ത് പോയത്. സമയമൊക്കെ അതിക്രമിച്ചുകൊണ്ട് നിൽക്കുവാണ്. 11 മണിയായി. 2ാമത്തെ ട്രിപ്പാണ് നമ്മളത്. ഇത് ലോക്കൽ തന്നെ. ഇത് നമ്മൾക്ക് 40 റുപ്യൻ്റെ ട്രിപ്പാണ് ഇതുള്ളത്. അപ്പോൾ അത് 40 റുപ്യ കിട്ടി. 2 ട്രിപ്പല്ലേ അപ്പോൾ നമ്മളെടുത്ത്. അങ്ങനെ 70 രൂപ. റെഡിയായി വരും. പിന്നെ സ്കൂള് തുറക്കണം. പിന്നെ സ്കൂള് തുറക്കുമ്പോഴേ ഓട്ടം ഉണ്ടാവുള്ളൂ. സ്കൂള് പൂട്ടിയില്ലേ? സ്കൂള് പൂട്ടിക്കഴിഞ്ഞാൽ സ്കൂള് പൂട്ടിയിട്ട് ഒരു 10-20 ദിവസമൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഓട്ടത്തിന്റെ ഒരു ചെറിയൊരു എന്താ പറയാ ചാഞ്ചാട്ടമൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ സ്കൂള് തുറക്കണം, പിന്നെ ഓട്ടം ഉണ്ടാവണം. സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട്, ഒരാഴ്ച മുമ്പായിട്ട് തന്നെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഓട്ടം തുടങ്ങും. പിന്നെ അങ്ങോട്ടേക്ക് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ സാധാ രീതിയിലുള്ള ഓട്ടം ഉണ്ടാവും. കാരണം ഇപ്പോൾ സ്കൂളില്ല, ടീച്ചേഴ്സ് ഇല്ല, കുട്ടികളില്ല, ആരുമില്ല. ഒരു വലിയൊരു വിഭാഗം തന്നെ വണ്ടി വിളിക്കുന്നവരില്ല. ഇപ്പോൾ സമയം 12:45. ഒരു 40 രൂപയുടെ ട്രിപ്പ്. ഇതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ചില്ലറ ട്രിപ്പുകളൊക്കെ ഓടിയിട്ടാ. അപ്പൊ നമ്മൾ എത്ര രൂപയ്ക്ക് ഓടി ചോദിച്ചാൽ 240 രൂപയ്ക്കാണ് നമ്മൾ ഓടിയിട്ടുള്ളത് ഈ ഒരു നേരം വരെ. ഇന്നലത്തെ അതേ ഒരു എന്താ പാറ്റേണിൽ തന്നെ പൊക്കോണ്ടിരിക്കുന്നത്. അതേ ഒരു രീതിയിൽ തന്നെയാണ്. ഇന്നലെ നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് 360 രൂപയ്ക്കായിരുന്നു ഇന്നലെ നമ്മൾ ഓടിയിരുന്നത്. പിന്നെ ഒരു നേരത്തേക്ക് ഇങ്ങനെയാണ്. ഇത് എന്റെ മാത്രമല്ല കേട്ടോ, ഞാൻ മാത്രമല്ല, ഇങ്ങനെ എല്ലാവരുടെയും ഒരവസ്ഥ അങ്ങനെ തന്നെയാണ്. ഫോൺ ട്രിപ്പൊക്കെ ഉള്ള ആളുകൾക്ക് മാത്രമേ പിന്നെ ഓട്ടത്തിൽ ചെറിയൊരു മാറ്റമുള്ളൂ. ഞാൻ പിന്നെ വല്ലാതെ ഫോൺ ട്രിപ്പ് ഓടാറില്ലാത്ത വേറെ ഒന്നല്ല, നമ്മളെ കൊണ്ട് കഴിയില്ല. ചിലതൊക്കെ വൻ നഷ്ടമാണ്, വൻ പരാജയമാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ വേണ്ടെന്ന് വെക്കലാണ്. വിളിക്കാറുമില്ല പതിവാരും, കാരണം എന്നെ കിട്ടാറില്ലല്ലോ. വിളിക്കാറില്ല. യാത്രയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് പോയി എന്ന് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ. പിന്നെ ഇന്നത്തെ കാലാവസ്ഥയെ കുറിച്ച് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. ഇന്നത്തെ കാലാവസ്ഥ സൂര്യൻ ഉദിച്ചിട്ടുണ്ടെങ്കിലും വെയില് പ്രകാശമായിട്ട് കാണുന്നില്ല. വെയില് നല്ല രീതിയിൽ ചൂട് പിടിപ്പിക്കുന്ന ഒരു പ്രവണത ഇന്നില്ല. പക്ഷേങ്കിൽ നല്ലൊരു വിങ്ങലുണ്ട്. അത് മൂടിക്കെട്ടി നിൽക്കുന്ന കാലാവസ്ഥ ആയതുകൊണ്ടാണ് തോന്നുന്നു. നല്ല വിങ്ങലുണ്ട്. മൂടിക്കെട്ടി കാലാവസ്ഥയാണ് ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഇന്നും തന്നെ ഈവനിങ്ങോ അല്ലെങ്കിൽ രാത്രിയൊക്കെ ആയിട്ട് മഴയൊക്കെ പെയ്യാൻ വേണ്ടിട്ട് സാധ്യത ഉണ്ട് കേട്ടോ. ചെങ്ങന്മാരിപ്പോ സമയം എന്ന് പറയുന്നത് 1:25 ആയിട്ടുണ്ട്. ഒരു 80 രൂപയുടെ ട്രിപ്പും കൂടി പോകുന്നേക്കുവാണ്. അപ്പൊ 240, 340 രൂപ അല്ലെ. ഇന്നലത്തെ അത്രയും കൂടി നമ്മൾ എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇല്ല 240, 80, 320 ആയുള്ളൂ അല്ലെ. ഓക്കെ, 320 രൂപ. അതിന് 320 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട്. ഞാൻ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാന്നാണ് കരുതുന്നത്. സമയം 1:20 ആയിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ വണ്ടി കുറവാണെങ്കിൽ അങ്ങാടിയിൽ നിൽക്കാട്ടോ. വണ്ടി കുറവുണ്ടെങ്കിൽ മാത്രമേ നിൽക്കുള്ളൂ. മഴ ഇപ്പൊ തന്നെ ചെറുതായിട്ടൊക്കെ തുള്ളിയിടുന്നുണ്ട് കേട്ടോ. ഇതാണ് ഓട്ടോ സ്റ്റാൻഡിലെ വണ്ടികളുടെ അവസ്ഥ. വണ്ടികൾ ധാരാളമായിട്ടുണ്ട്. വേണമെങ്കിൽ വേണ്ടല്ല, നമ്മൾ ഇരിക്കണ്ട. നമുക്ക് വേഗം ഭക്ഷണം കഴിച്ചു പോരാം. അതാവും നന്നാവാം. ഇവിടെ ഇരിക്കാനായിട്ട് നല്ലത് നമ്മൾ വേഗം ഒരു 2 മണിയാകുമ്പോൾ 2-2:15 ഭക്ഷണം കഴിച്ച് വന്നാൽ മഴയാണ്ട് പെയ്യുവാണെങ്കിൽ ഓട്ടം ഉണ്ടാവും. മഴയൊക്കെ ഇങ്ങനെ പെയ്യുവാണെങ്കിൽ ഞങ്ങൾക്ക് ഓട്ടം കിട്ടാൻ സാധ്യത കൂടുതലടേ. അച്ഛമ്മന്റെ ഫോണുമ്മലാണോ കളി? എന്താ കളി? ഗെയിമോ? എന്ത് ഗെയിം? തീവണ്ടി ഗെയിമോ? തീവണ്ടി അല്ല, കാറ്. അതിന്റെ സംഭവം ആ കോയിനെ അപ്പുറത്ത് കൊണ്ടുപോകണല്ലേ? അപ്പൊ കാറ് കോയിയാണ്. കുഴപ്പമില്ലല്ലോ. കാറ് കോയിയാണ്. പൊട്ടി ചാടിപ്പോണോ കോയി? കോയിനെ റോഡിന്റെ അക്കരെ കിടത്താം. ചോറുന്നോ? അല്ല, ചോറുന്നോ? ഫുള്ള്
വെള്ളാന്നു ഫുള്ള് നിൽക്കണ്ടാ. വെരി ഗുഡ്. ഓക്കെ, ഞാൻ തന്നെ ചോർന്നോട്ടെ. മീൻ കിട്ടിയോ? നല്ല മീന് മത്തിയോ? അച്ചു മാന്തള. മത്തി മാന്തള. ഇത് മത്തൻ്റെ ഇല, കോവയ്ക്ക, ഇലക്കറികളൊക്കെയാണ് ഞങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതലായിട്ടും. മഴ ഇങ്ങനെ ഇരുണ്ട് മൂടി വന്നിട്ടുണ്ട്, ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. ഞാനേ ഇറങ്ങുവാണ്, മഴ പെയ്യുന്നുണ്ട്. ഒരു സൈഡ് മാത്രം കർട്ടനിട്ട് വെക്കാം, വെള്ളം അകത്തേക്ക് കയറാതെ വെക്കാൻ വേണ്ടിയിട്ട്. കർട്ടടാൻ മാത്രമായിട്ട് പെയ്യണമെന്നില്ല, പക്ഷെ എന്നാലും പെയ്യുന്നുണ്ട്. ആഹാ, ഇപ്പം നല്ല തകൃതിയായിട്ട് പെയ്തു കേട്ടോ. ബാക്കിലെ വണ്ടിയുണ്ട്. ഇപ്പം നല്ല ഉഷാറായിട്ട് പെയ്യുന്നുണ്ട് മഴ. ഉച്ചയ്ക്ക് 1:50 ഈ ഒരു മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ ഏതാണ്ടൊക്കെ വേനൽ മഴ അത്യാവശ്യം കിട്ടുന്നുണ്ട്. മഴക്കാലമൊന്നും ആയില്ലല്ലോ, ഇനിയുള്ള ഒരു മാസം കൂടി കടക്കാൻ. ജൂണില് നമ്മളൊരു കണക്ക് പ്രകാരം ജൂണാണല്ലോ, ജൂണിൽ പെയ്യേണ്ട സാധനങ്ങളാണ്. ഇപ്പൊ പെയ്താണ്ട് ജൂണിൽ പെയ്യൂലാവോ? ടോർച്ചുകൊണ്ട് എടുത്തൊക്കെ നല്ല എടുത്തു. ഈ നേരത്തെ ഉണ്ടാവും ഇനി ഞാനൊരു പൊളിക്കുന്നു. എവിടെ ചാടി ആ ഒരു ഓട്ടത്തിന് വേണ്ടിയിട്ട് പോവാടെ. ഞാനിപ്പോ ഇത്രയും ദിവസമായിട്ട് ഞാൻ ചെയ്യാത്തൊരു കാര്യം എന്താ വെച്ചാല് ക്യാമറ മാറ്റി വെച്ചിട്ടില്ല. അതാണിപ്പോ ഞാൻ മറക്കുകയാണ്. അത് ക്യാമറ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. അതിനത് ഒന്നിലേറെ മറന്നല്ല, ഒരു ദിവസം ഞാൻ അത് തെരഞ്ഞു നോക്കി. അതിന്റെ സ്റ്റാൻഡ് നമ്മൾ ഉപയോഗിക്കാതാകുമ്പോൾ അത് കട്ടിലിന്റെ ചോട്ടിൽ ഇടയിലൊക്കെ ഉണ്ടാവും. അത് അവിടുന്ന് പൊക്കണം. ഞാന് ഭക്ഷണം കഴിച്ചപ്പോടെ ഇറങ്ങി വന്നിട്ടല്ലേ ഉള്ളൂ. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 2:05 നമ്മൾക്ക് ഇപ്പൊ തന്നെ 2 ലോക്കൽ കിട്ടി. മഴ പെയ്താലുള്ള ഒരു ഗുണമാണോ അത്? അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ട ഒരു പരിപാടി, പറ്റുമെങ്കിൽ ഇത്തരം ലോക്കലുകളൊക്കെ പോയിട്ട് നമ്മൾ റിട്ടേൺ സ്റ്റാൻഡിലേക്ക് ഒറ്റയടിക്ക് സ്റ്റാൻഡിലേക്ക് പോവാതെ ബൈപ്പാസ് വഴിയോ അല്ലാതെ നമ്മൾ എവിടെയാണ് നിർത്തിയത് അതിന്റെ ഒരു 100 മീറ്റർ അകലേക്ക് ഒന്ന് പോയി തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ ഒന്ന് പോകുന്നത് നന്നായിരിക്കും. കാരണം എന്താ വെച്ചാല് മഴ പെയ്തിട്ട് തണുക്കുന്നുണ്ടോ? കാരണം എന്താ വെച്ചാല് ആളുകള് വണ്ടി കിട്ടാതെ അല്ലെങ്കിൽ നടന്നു പോകാൻ പറ്റാതൊക്കെ കുടുങ്ങി നിൽക്കുന്നുണ്ടാവും. അപ്പൊ ആളുകൾക്ക് കയറി നിൽക്കാൻ പറ്റുന്ന സ്പേസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി സ്ലോ ആക്കി ഒന്ന് ശ്രദ്ധിച്ചു പോകുന്നത്, ഒന്ന് കണ്ണോടിച്ച് പോകുന്നത് നമുക്ക് ട്രിപ്പ് ഏതെങ്കിലും ഒന്ന് കുളത്തിൽ കിട്ടാൻ സാധ്യത ഉണ്ട്. മഴ നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ചില്ലറ മഴയൊന്നല്ല, നനയുന്നുണ്ട്. എന്റെ ഈ സൈഡൊക്കെ കണ്ട, എന്റെ കൈയിന്റെ ഈ ഒരു സൈഡൊക്കെ നനയുന്നുണ്ട്. ഇതിങ്ങനെ ചീറ്റാല വന്നിട്ട് അതൊക്കെ നനയുന്നുണ്ട്. നനഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, രസമല്ലേ, മഴയല്ല, ആദ്യത്തെ മഴകളല്ലേ, ആസ്വദിക്കാം. അപ്പൊ പറഞ്ഞതുപോലെ നമ്മൾക്ക് ഇവിടെയാണ് നമ്മളുടെ ഒരു പ്രതീക്ഷയുള്ള ഒരു ഏരിയ ആണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്ന് പറയുമ്പോഴേക്ക് ഇവിടെ ഞാനിപ്പോ ബൈപ്പാസിൽ നിന്ന് നേരെ ഞങ്ങളുടെ കാളികാവ് റോട്ടിലേക്ക് കയറുവാണ്. കാളികാവ് റോട്ടിൽ നിന്ന് നമ്മുടെ ടൗണിലേക്ക് പോകുന്ന ഏരിയയിലേക്ക് തിരിച്ചു. അപ്പൊ ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇങ്ങനെ ആളുകൾ ചിലപ്പോൾ എവിടെയൊക്കെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ടാവും. നേരത്തെ എനിക്ക് കിട്ടിയിരുന്ന ട്രിപ്പ് ബൈക്കിൽ പോയ ആളുകളുടെ ആയിരുന്നു ഫസ്റ്റ് കിട്ടിയ ട്രിപ്പ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് വലിയ സ്പീഡൊന്നും വേണ്ട, ഒരു ആക്കത്തിന് പാകത്തിനൊക്കെ മതി, നല്ല സുഖമായിട്ട് പോവാം. വണ്ടികൾ കുറവാണ്, ബൈക്കുകാർ കുറവാണ്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ എനിക്കൊരു ലോക്കൽ കിട്ടി. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 2:12, അതായത് 2:05 നേരത്തെ ഷോട്ട് ചെയ്യാൻ തുടങ്ങിയിരുന്നത്. ഇപ്പൊ 12. അതാ പറഞ്ഞ കിട്ടും. മഴ പോയേന് കേട്ടോ, മഴ പോയി. ആളുകൾക്കൊക്കെ നടന്നു പോകാനുള്ള രീതിക്കൊക്കെ മഴ ചോർന്നു കഴിഞ്ഞു. അപ്പൊ ഇനി സ്റ്റാൻഡിൽ കൊണ്ടുപോയിട്ടാണല്ലേ, ഇനി അങ്ങനെ കയറി നിൽക്കില്ല ആളുകൾ എവിടെ. ഇപ്പൊ ഓക്കെ, എന്തായാലും നമ്മളുടെ ഐഡിയ പൊലിച്ചില്ലേ. ഒരു ലോക്കല് കിട്ടിയില്ലേ നമുക്ക്. മഴ പോയിട്ടൊന്നുമില്ല, മഴ തകൃതിയായിട്ട് പെയ്തുകൊണ്ട് തന്നെയാണ് കേട്ടാ. ഈ ഒരു ടൈമിൽ മൊബൈൽ മക്കളെയൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാല് നമുക്ക് നല്ല രീതിയിൽ ഓടാൻ വേണ്ടിട്ട് പറ്റും. ഇനി മഴക്കാലായി കഴിഞ്ഞാൽ ഇനി കാലൊക്കെ നനഞ്ഞിട്ട് കാല് ഉണങ്ങൂല്ല, ഒരുമാതിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ അതുപോലെ രസമാണ് മഴയത്ത് വണ്ടി ഓടുന്നത്, നല്ല രസം. ഓട്ടപ്പണി എടുത്ത ആൾക്കാരൊക്കെ അറിയാം. ഒരു രക്ഷയല്ല, പെരുമ്പെയ്ത്താണ്. നല്ല അടിപൊളിയായിട്ട് ഇടിച്ചു കുത്തി പെയ്തോണ്ടിരിക്കാണ്. അതായത് ഇപ്പോ സമയം 2:20, ഏതാണ്ട് 1:45 കൂടിയിട്ട് പെയ്ത മഴയാണത്. ഇപ്പോൾ നല്ല തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആകാശമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഈ 2 മൂടി കെട്ടി കിടക്കുക തന്നെയാണ്. വലിയൊരു മാറ്റമൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല, തെളിയില്ല. നല്ല മഴ അങ്ങനെ വരുമ്പോഴല്ലോ ഇവിടെ ഇങ്ങനെ ഇരുന്നാലേ, കാറ്റില്ലെങ്കിൽ നല്ല രസമാണ്. കാറ്റടിച്ചു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വെള്ളം കയറും. ആസ്വാദകരമായുള്ളൊരു മഴ.
മഴന്റെ ഒരു ദമ്മ് കണ്ടിട്ടേ ഒരു സൈഡും കൂടി കർട്ടൻ ഇട്ടാലോ എന്നുള്ളൊരു തോന്നലുണ്ട്. കർട്ടൻ ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ഒരു ബാഡ് സ്മെല്ല് ഉണ്ടല്ലോടെ. എന്താ വെച്ചാലേ ആളുകൾ കയറുമ്പോഴേക്ക് ആ സ്മെല്ലൊക്കെ ഒന്ന് അങ്ങോട്ട് കാറ്റൊക്കെ തട്ടി പൊക്കോളും. എന്തായാലും ഇട്ട് വെക്കുന്നത് വണ്ടിക്കും നല്ലതാണ്. അതുപോലെ തന്നെ കയറുന്നവർക്കും തന്നെ മഴ കൊള്ളാതെ യാത്ര ചെയ്യാനും പറ്റും. വണ്ടിക്ക് നല്ലതെന്ന് പറയുന്നത് നമ്മൾ ഇതില് വെള്ളം ചാടിയിട്ട് സീറ്റിന്റെ അവിടേക്ക് ചാടും. സീറ്റിന്റെ അവിടേക്ക് ചാടി കഴിഞ്ഞാൽ പിന്നെ അവിടെ തുരുമ്പ് വരും. ഇത് ഇട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. മനസ്സിലായില്ലേ? പക്ഷെ ഇടാതെ വെക്കേണ്ടതാണ് ഞങ്ങൾക്കൊരു രസം സുഖമൊക്കെ കിട്ടുക. ഇട്ട് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ അതിങ്ങനെ മാടി പൊന്തിച്ചു കൊടുക്കണം. മഴ പോയി കഴിഞ്ഞാൽ മടക്കി വെക്കണം. അങ്ങനെ ഒരുപാട് പണികളുണ്ടായി. ആളുകളുണ്ട് കേട്ടോ. ആളുകൾ അവിടെ ഇവിടെ ഒക്കെ കയറി നിൽക്കുന്നുണ്ട്. അവിടുന്ന് കാണൂലല്ലേ. നല്ല മഴയുണ്ട്. അവിടുന്ന് ഒരു ചെക്കൻ വിളിക്കുന്നുണ്ട്. കിട്ടുവോ? അവനവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. ഇതിലാണ് നിങ്ങള് വെള്ളം ചാടുന്നുണ്ടോ? ഒക്കെ വെള്ളമാണ്. ചെങ്ങൈമാരെ ഈ അടുത്ത കാലത്തൊന്നും നമ്മളുടെ വണ്ടൂര് ഇത്ര വലിയൊരു മഴ പെയ്തിട്ടില്ല കേട്ടാ. ഈ റോഡ് കൂടെ ഒക്കെ പോകുമ്പോ വെള്ളം പൊന്നാ കണ്ടോളിഞ്ഞ് ആണ്ടാ എത്രങ്ങാനും വെള്ളം അതിലേക്ക്. ഇവിടെ മാത്രമൊന്നുമല്ല, നമ്മൾ ഈ ഒരു ഭാഗത്ത് വണ്ടൂര് എല്ലാ പ്രദേശത്തു കൂടെ വെള്ളം നല്ല രീതിയിൽ പൊന്തിയിട്ടുണ്ട്. റോഡിലൊക്കെ ധാരാളം വെള്ളമാണ്. എനിക്ക് തോന്നുന്നു ഇതിപ്പോ ഏതാണ്ട് 1 മണിക്കൂറിനടുത്തേക്കായി. വേറെ പ്രശ്നമുണ്ട് കേട്ടാ. വേറെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളുടെ വണ്ടി ഓട്ടോറിക്ഷയ്ക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം തന്നെയാണ്. പൊതുവെ എല്ലാ വണ്ടികൾക്കും ഉണ്ടാവും തോന്നുന്നുണ്ടെങ്കിൽ. പക്ഷെ ഓട്ടോറിക്ഷയ്ക്ക് പ്രത്യേകിച്ച് ഉണ്ടാവും. ഞാൻ ഓട്ടോറിക്ഷയുടെ കാര്യം പറയാം. ബ്രേക്ക് പിടിക്കണില്ല. അപ്പൊ നമ്മൾ നന്നായിട്ട് പമ്പ് ചെയ്തിട്ടൊക്കെ വേണം ചെയ്യുക. കാരണം ലൈനർ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ വലിയ സ്പീഡ് നമ്മളിപ്പോ എടുക്കാക്കുന്നതും ഒക്കെ നമ്മുടെ സേഫ്റ്റിക്കും യാത്രക്കാരുടെ സേഫ്റ്റിക്കും നല്ലതാണ്. മഴ പെയ്ത് കഴിഞ്ഞാല് വെള്ളം എല്ലാ ലൈനറിന്റെ ഉള്ളിലും കയറും നന്നായിട്ട്. കാരണം എന്താ വെച്ചാൽ റോഡ് നല്ല വെള്ളം കെട്ടി കിടക്കുവാണ്. അപ്പൊ അതിലാണ് വീല് കറങ്ങി പോകുന്നത്. ഈ ഒരു ഏരിയയിൽ നോക്കിക്കൊണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിലൊക്കെ അത്യാവശ്യത്തിലേറെ വെള്ളം. ഇവിടെയൊക്കെ റോഡ് പണി ഇപ്പൊ പുതുതായിട്ട് കഴിഞ്ഞതാണ്. പക്ഷെങ്കിൽ ഡ്രൈനേജിന്റെ ഒരു പ്രശ്നം ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെ ഒന്നും ഡ്രൈനേജ് ഇല്ല. ഉള്ളൊരു ഏരിയ ഉണ്ട്. ആ ഉള്ള ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം നിൽക്കുന്നത് എന്നുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഡ്രൈനേജ് ഉണ്ട്. റോഡ് കാണണ്ട ഞങ്ങൾക്ക്. ഇവിടെ ഡ്രൈനേജ് ഉണ്ട് റൈറ്റ് സൈഡിലാണ്. ഇത് റോഡല്ലടേ. ഇത് റോട്ടിൽ നിന്ന് വിട്ട് തോടായി മാറിയിട്ടുണ്ട്. അത്ര കണ്ട് വെള്ളം പൊങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് നമ്മുടെ സൈലൻസറിന്റെ സൈലൻസറിനെ തട്ടുന്നുണ്ടാവും വെള്ളം. അത്രത്തോളം വെള്ളം ഉണ്ട് ഇവിടെ. കയറിപ്പോകുന്നു. കാരണം ഇത്തരം വെള്ളം എല്ലായിടത്തും കൂടെ നമ്മൾ പോകുമ്പോഴാണ് നമ്മുടെ ലൈനറിന്റെ ഉള്ളിലേക്ക്, അതായത് ഡിസ്കിനകത്തു കൂടെ ഒക്കെ വെള്ളം നന്നായിട്ട് കയറി പോവാ. അപ്പൊ നമ്മൾക്ക് ബ്രേക്ക് കിട്ടുന്നതിൽ ചെറിയ പ്രശ്നം ഉണ്ടാവും. നമുക്ക് പോകേണ്ട ആ സൈഡിൽ കാണാം. ആ സൈഡൊക്കെ മൂടി കിടക്കുകയാണല്ലേ. ഗ്ലാസ്സൊക്കെ തുടക്കണേ. മോഡല് കാര്യമൊക്കെ ഉണ്ട്. ഞാൻ തന്നെ സ്പാർക്ക് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ആണ് വണ്ടി ഓടിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ച് കുറഞ്ഞു കേട്ടോ. ഇപ്പൊ ഈ ഒരു നേരമായപ്പോഴേക്ക് ഞാൻ ഈ ഒരു ലോക്കൽ പോയി വന്ന ഈ ഒരു ഗ്യാപ്പിൽ കുറച്ച് കുറഞ്ഞു. ഞാൻ ഇങ്ങോട്ടേക്ക് പോരുമ്പോ എനിക്ക് കണ്ണ് കണ്ടിരുന്നില്ല. അത്രയും മഴ, അത്രയും വലിയ വലിയ തുള്ളികളെ ചാടിയുന്നത്. എന്നാലും മഴ എഴുതിയിട്ടാ. ഇപ്പൊ പിന്നെ ചെറിയൊരു ആക്കുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മൾ സ്പീഡിൽ പോക്ക് നടക്കുമല്ലോ. പതുക്കെ പോകാനേ പറ്റുള്ളൂ. എന്റെ ലൈനിൽ ഒറ്റ വണ്ടിയില്ല. കണ്ടങ്ങള് ഞാൻ മാത്രമേ ഉള്ളൂ. നേരെ കൊണ്ടുവന്ന് നിർത്തണ ഫസ്റ്റ് ഗ്യാപ്പിലേക്കാണ്. ഇതൊക്കെയല്ലേ കഥ. മഴ പെയ്തു. നമ്മുടെ തോടണ്ട വെള്ളമൊക്കെ കയറി മഴ പോയിട്ടാ. നല്ല സുന്ദരമായി പച്ചപ്പ് നിറഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ച കാണാം. മഴ പോയതിന്റെ ഒരു ഭംഗി നല്ല രീതിയിൽ കാണാല്ലേ. പാടത്തൊക്കെ വെള്ളം കയറി, തോട്ടിൽ അത്യാവശ്യം വെള്ളം കയറിയിരിക്കണ്. ഇനിയിപ്പോ എന്താ വെച്ചാൽ ബാക്കി വന്ന മീനുകൾക്കൊക്കെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു വെള്ളം അവർക്ക് ഇനിയൊരു 1.5 മാസത്തേക്ക് പിടിച്ചു വെക്കാൻ വേണ്ടി പറ്റുവാണെങ്കിൽ, മാളങ്ങളിൽ പൊത്തുകളിലൊക്കെ ഈ വെള്ളം കയറി പിടിച്ചു വെക്കാൻ വേണ്ടി പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സർവൈവ് ചെയ്യാം അല്ലേ. കണ്ട വെള്ളം ഒഴുകുന്നുണ്ട്. ഒറ്റ മഴക്ക് കയറിയ വെള്ളമാണത്. പാടങ്ങളിലും ഉണ്ട്. എന്നാ അടിപൊളി നാടാണ് എൻ്റെ നാട്. എന്താ അതിൻ്റെ ഒരു ഭംഗിയില്ല കാണാൻ. അടിപൊളി. അതിനെ പോയോക്കാം. ഞാൻ ലോക്കൽ വന്നതാണ്. ഏതാനും പൈസ കൂടി എന്നെ നോക്കിയില്ല എത്ര റുപ്യ കൂടിയിരിക്കണം എന്നുള്ളത്. ഉച്ചയ്ക്ക് ശേഷം തകർത്തിയായിട്ട് ഓടിക്കൊണ്ട് തന്നെയാണ്. മഴ പോയി ആടിനെ നോക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ റോട്ടിലൊക്കെ അങ്ങോട്ട് ചെളിയും കല്ലും കയറിയിട്ട് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായി എന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് ഇന്ന് രാത്രി കിടന്നുറങ്ങാൻ എമ്മ സുഖമായിരിക്കും. ചെങ്ങന്മാരെ ഹെവി ട്രാഫിക്കായി, നല്ല ബ്ലോക്കായി. മഴ പെയ്തിട്ട് എല്ലാരും വണ്ടി കൊണ്ടുവന്ന് സമയം ഏറെ അതിക്രമിച്ചിരിക്കുന്നു. ഇപ്പോൾ സമയം 7 മണിയായി. അതായത് ഇപ്പൊ ഒരു 140 രൂപയുടെ ട്രിപ്പ് പോയിട്ടാണ് ഞാൻ റിട്ടേൺ അങ്ങാടിയിലേക്ക് മടങ്ങുന്നത്. എന്തൊക്കെയായാലും ഇന്നത്തെ ദിവസം മഴ കാരണം ഇന്നലത്തേക്കാൾ കൂടുതൽ നമ്മൾ ഓടിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല.
ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ള സ്ഥലത്തിന്റെ പേരെന്ന് പറയുന്നത് താളിയംകുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഞാനിപ്പോൾ ഏതാണ്ട് വന്നത് 6 കിലോമീറ്റർ 6.3 അതായത് 6.5 കിലോമീറ്റർ ദൂരത്തേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. പാലത്തിങ്ങലാണ്. അപ്പോൾ ഇന്നും തന്നെ ചെറിയൊരു പരിപാടി ഉണ്ട്. ഞാനിഞ്ഞേ ഓടലടക്കൂല. സമയം 8 മണി കേട്ടോ. 8 മണി ആയിട്ടുണ്ട്. നമ്മൾ എത്ര റുപ്യ കൂടി വെക്കാം. ഒരു പൊണ്ണ് ഒന്നെണ്ണ 10 സെന്റിമീറ്റർ ശരിക്കും 10 20 25 30 35 40 45 50 55 60 65 67 67 68 69 70 1020 റുപ്യക്ക് നമ്മൾ ഓടി. 700 റുപ്യക്ക് നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഓടിയത്. അതാണ് മഴ പെയ്താലുള്ളൊരു ഗുണം എന്ന് പറയുന്നത്. എവിടെ പോയാലും നമുക്ക് ട്രിപ്പുകളാവും. ആളുകൾക്ക് മഴ കൊണ്ട് നടക്കാൻ എന്തായാലും നടക്കൂല, അറിയില്ലേ. ഞാനിവിടെ പാലത്തിങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മളുടെ 1-2 പയ്യന്മാർ വരുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനിയുള്ള കാര്യങ്ങളിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ചുണ്ട് വയലൂരായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതെടുക്കാം എന്ന് കരുതി. ഏതായാലും ഞാൻ ഇപ്പോൾ നാട്ടിൽ ലോക്കൽ പോകുന്നതാണ് ലാസ്റ്റ് ട്രിപ്പ്. ഇനിയിപ്പോൾ 8 മണിയായില്ല, ഒരു 9 മണി വരെയൊക്കെ ചെക്കന്മാരെ കിട്ടുള്ളൂ. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ അങ്ങനെ ആക്കും പോലെ ആയിരിക്കും വീട്ടിൽ പോവാം. ഞാൻ പിന്നെ ഈ ഒരു വീഡിയോ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം. ഗുഡ് നൈറ്റ്.